പക്ഷെ ഞാൻ പറഞ്ഞില്ല ഇത് ചില പാട്ടിൽ സിനിമ അതാണോ കാരണം സിനിമ അങ്ങോട്ട് ശ്രദ്ധിക്കപ്പെടാത്ത റേഡിയോയിലൊക്കെ എപ്പോഴും വരുമായിരുന്നു. പക്ഷെ നല്ലൊരു പാട്ടാണ്. അല്ല പക്ഷെ ഇത് എക്സിസ്റ്റ് ചെയ്യും. എന്താ അറിയോ, ചില പാട്ടുകളൊക്കെ തിരിച്ചു വന്നല്ലോ. അപ്പൊ അതിന്റെ ആഴങ്ങളിലൊക്കെ ഇൻസ്റ്റയിലൂടെ ഇപ്പൊ വീണ്ടും പോപ്പുലർ ആവും പോലെ വിജയേട്ടന്റെ ഈ പാട്ടൊക്കെ ഇനി വീണ്ടും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷവും ഇത് ആസ്വദിക്കപ്പെടും. ഇല്ലെങ്കിൽ എഴുതി വെച്ചോ. പിന്നെ വിജയേട്ടന്റെ ഒരു രാമന്റെ ഏതൻ തോട്ടം ആ സിനിമയില് അതില് 2 പാട്ട്, ഒന്ന് മാവിലക്കൂടിൽ പൈങ്കിളി, അത് ഞാൻ പാടിയ. അത് കഴിഞ്ഞിട്ട് അത് നിങ്ങളുടെ തന്നെ ഉപയോഗിച്ചു. അത് അന്ന് പറഞ്ഞില്ല, 2 പാട്ടും നന്നായിട്ട് എടുത്തു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു ഇതിൽ ഒരു പാട്ടായിരിക്കും രാജിക്ക് വരിക എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് മാവിലക്കുടിൽ എൻ്റെ ഒരു ടൈപ്പ് ഇത് തന്നെയാണ്. പക്ഷെ അകല് ഒരു കാടിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നാട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അല്ല അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അപ്പം ബിജേട്ടൻ പറഞ്ഞ ഒരു പാട്ടും കൂടി പാടാം രാജി, പിന്നെ അത് ഒന്ന്. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ലിറിക്സ് മാത്രം തന്നു, ട്യൂണ് ഞാൻ പറഞ്ഞുതരാം പാടിയാൻ പറ്റുന്നു. അങ്ങനെ ഞാൻ ബിജേട്ടൻ അകലെയൊരു കാടിൻ്റെ നടുവിലൊരു പൂവിൽ, ഞാൻ അകലെ ഒരു കാട്, ഓക്കെ അത് ടേക്ക്. നുകരാതെ പോയ മധുരമുണ്ടോ, ഞാൻ അതാ പാടി. എനിക്കിപ്പം എന്താ പാടിയെന്ന് ഓർമ്മയില്ലല്ലോ. നമ്മൾ അടുത്തത് വിട്ടു, അടുത്ത ബിജേട്ടൻ കോഡ് വിടും. അവിടെ വന്നിളവേറ്റ നാട്ടു പെൺപക്ഷി തൻ കഥ കേൾക്കുവാൻ കാത് കാടിനുണ്ടോ. അത് കഴിഞ്ഞാൽ അടുത്ത പൊൻവേണു ഇതെല്ലാം ഇങ്ങനെയാ പോണേ. ഇത് കഴിഞ്ഞപ്പോ എനിക്കിത് മറ്റേ ഈ പറഞ്ഞ ദിക്ക് പോയാ നമ്മള് കാടിന്റെ ഉള്ളിൽ പെട്ടു, കാടിന്റെ ഉള്ളിലും പെട്ടത്. എനിക്കിത് ഇവിടെ നിന്നാ തുടങ്ങി ട്യൂൺ എന്താ ഇങ്ങനെ, ഇതെവിടെ ഒന്നും ആകെ തലവേനെ. അത് ഞാൻ പറഞ്ഞു വാ മുഴുവൻ കേൾക്കണം. മുഴുവൻ കേട്ടപ്പോഴാണോ ഒരു ബ്യൂട്ടിഫുൾ ഒരു പോയട്രി. ചിന്തിരിക്കുമ്പോൾ സ്നേഹം തന്ന് താലോലമാട്ടുന്ന ചില്ലയുണ്ടോ, താരാരിരാര തരാരാരാര മിന്നാമിനുങ്ങിൻ വെളിച്ചമുണ്ടോ. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം അത് ശ്രേയജി അത് പാടുന്നു പറഞ്ഞിരുന്നു. അവരത് ഞാൻ പാടിയ ട്രാക്ക് കിട്ടിയിട്ടാണ് പാടിയിട്ടുണ്ടാവുക. അപ്പം അതുപോലെ തന്നെ അത് വന്നു. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. പാടിയതുപോലെ തന്നെ ശ്രേയ ഘോഷാൽ അത് പാടി. അല്ല ഞാൻ കുറെ പാടി പാടിയിട്ടുണ്ട്. രാജലക്ഷ്മി എന്താണോ പാടി വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ അത് പാടാൻ പറ്റി. ശ്രേയാജി സൂപ്പർ. ശ്രേയാജി ഗോഡ് ബ്ലെസ് യു. അങ്ങനെ അല്ല ഞാൻ കുറെ പാട്ട് ശ്രേയയ്ക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. ഇത് രണ്ടാമത് ബിനീത എന്ന് പറഞ്ഞ സിംഗർ എന്റെ അടുത്ത് വന്ന് ഇന്റർവ്യൂവിൽ പാടുന്ന സമയത്ത് ഞാൻ വീണ്ടും അതിനകത്ത് വീണു. പിന്നെ ആ പാട്ട് അത്രയും ഗംഭീരമായിട്ട് കേട്ടൊരു പാട്ട് പുള്ളിക്കാരി വന്ന് പാടുന്ന സമയത്ത് ഞാൻ വീണു കൊടുത്തു. അത്രയും എനിക്ക് അത്ര ഇഷ്ടമായില്ല. അല്ല ഞാനത് കണ്ടിരുന്നു. അല്ല ഈ പാട്ടും ഒരു പ്രത്യേക ഒരു ഇതാണ്. ആ സിനിമയും ഒരു നല്ലൊരു സബ്ജക്റ്റാണ് പറയണേ. അപ്പൊ അങ്ങനെ മാവിലക്കുടിയിൽ എന്തായാലും ഞാൻ പാടി. അതുപോലെ അതിന്റെ കോൺസെപ്റ്റ് ഇല്ലേ, രണ്ടർത്ഥത്തിൽ അതിനെ വായിക്കാം. പക്ഷെ എങ്കിലും അകലെ ഒരു കാടിന്റെ നടുവിലൊരു പൂവാണ്, ആ പൂവിൽ നുകരാതെ പോയ മധു ആണ് ചോദിക്കുന്നത്. സന്തോഷമ്മ ചേട്ടനാണ്, നമ്മുടെ സ്വന്തം ചേട്ടനാണ്. അപ്പോ അത് ഒരു തരത്തിലൊരു നല്ല രസമുള്ളൊരു സാധനമാണ്. എനിക്ക് കാടൊക്കെ അങ്ങനെ ആ ഒരു സങ്കല്പങ്ങൾ 2 രീതിയിൽ അതിനെ സങ്കല്പിക്കാൻ പറ്റും കേട്ടോ. ആ പാട്ടിന് 2 അർത്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ചില പാട്ടുകൾ അങ്ങനെയാണ്. പക്ഷെ ഇതിൽ അതിന്റെ സ്ട്രെയിറ്റ് അർത്ഥത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ സെക്കൻഡ് മീനിങ് ആണ് ചിലപ്പോഴൊക്കെ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒരു സ്ട്രെയിറ്റ് മീനിങ്ങിൽ എനിക്ക് ഭയങ്കര ഒരു രസം തോന്നി. ഞാൻ എന്നാലും സെക്കൻഡ് മീനിങ്ങിലേക്കൊന്നും പോയിട്ടില്ല. ഞാനത് ഫസ്റ്റ് എനിക്ക് തന്ന ഒരു സാധനം. പിന്നെ സിനിമയും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. സിനിമ കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി ആ പാട്ടിൻ്റെ ഒരു ഇത് മനസ്സിലായി. പക്ഷെ ഭയങ്കര ഞാൻ ട്രാക്ക് പോലെ പാടിയതാണെങ്കിൽ എനിക്കത് ഭയങ്കര പ്രിയപ്പെട്ട പാട്ടാണ്. അപ്പം അതിലെ മറ്റു പാട്ടിന് എനിക്ക് കുറച്ച് റെക്കഗ്നീഷൻസ് ഒക്കെ കിട്ടിയത് മാവിലക്കുടി. അറിയുമോ കരിമുകിൽ മലയുടെ മാറിൽ പനിമഴയായി പെയ്ത പാട്ട്, അറിയുമോ കരിമുകിൽ മലയുടെ മാറിൽ പനിമഴയായി പെയ്ത പാട്ട്,
മഞ്ഞുമാല കോർക്കും ഋതുസുന്ദരിയുടെ പ്രിയനൊരിടയനാദ്യ രാഗമോതുന്നൊരു പാട്ടുമേകുമോ താഴ്വരയിൽ കുഞ്ഞു തെന്നൽ താളമിടും നേരത്ത് 7 സ്വരം തൊട്ടെടുത്തൻ നെഞ്ചകത്തെ കൊമ്പത്ത് മാവിലക്കൂടിൽ പൈങ്കിളി കോകിലക്കിളി പാടടി വീണ്ടു കിട്ടിയ പൂങ്കുഴൽ മഴക്കാർ നിറക്കിളിയോതടി. ആ ഇടയ്ക്കുള്ള സാധനം നിർത്താതെ പാടുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര രസമായിട്ട് പാടുന്നുണ്ട്, പക്ഷെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയാം. അത് ഭയങ്കര പാടാ സാധനം. മഞ്ഞുമാല കോർക്കും ഋതുസുന്ദരിയുടെ പ്രിയനൊരിടയനാദ്യ രാഗമോതുന്നൊരു പാട്ടുമേകുമോ. അഭ്യാസങ്ങളാ അമ്മേ, രസമുള്ള പരിപാടിയാണ്. അതേപോലെ എന്നും എപ്പോഴേ അത് ശ്രദ്ധിക്കപ്പെട്ട പാട്ടായിരുന്നു. അത് ഈ പറഞ്ഞ ജേട്ടൻ്റെ കൂടെ പാടാൻ പറ്റിയതൊരു ഭാഗ്യല്ലേ. ഈ പറഞ്ഞ നമ്മൾ ഇത്രയും ആരാധിക്കുന്ന ഒരാള് അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമയിൽ പാടുക, അതും വിദ്യാജിയുടെ പാട്ട്. വിദ്യാജിക്ക് അതിനു മുമ്പ് ഞാൻ ഗീതാഞ്ജലി എന്ന സിനിമയിലെ ഒരു പാട്ട് ദൂരെ ദൂരെ ആഴിപ്പണി നല്ല ONV സാർ എഴുതിയ അത് പാടിയിട്ടുണ്ട്. അപ്പം അതിനുശേഷം അതൊരു രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. കാരണം ചേട്ടനായിട്ട് ആ സമയത്ത് ഞാൻ എന്നും സംസാരിക്കണ ഒരു സമയമാണ്. എന്നും ചേട്ടൻ വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സുശീലാമ്മയെക്കുറിച്ച് പറയും. സുശീലാമ്മയുടെ ഈ പാട്ട് കേട്ടില്ലേ, എന്നാൽ ഇന്ന് പഠിക്കണം, വൈകുന്നേരം വിളിക്കുമ്പോൾ പാടണം. അത്രയും ആ ലെവലാണ്. 1 മണിക്കൂറൊക്കെയാണ് ചേട്ടൻ മിനിമം സംസാരിക്കുക, അത്രയൊരു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ചേട്ടൻ്റെ ഒരു ദിവസം പറഞ്ഞു, വിദ്യയുടെ ഒരു പാട്ട് പാടിയിട്ടോ ഇന്നലെ. സത്യൻ്റെ പാടാ. അപ്പം ഞാൻ ആണോ, നല്ല പാട്ടാ, ഗംഭീര പാട്ടാ, എന്നിട്ട് ഇത് പാടിക്കേൽപ്പിക്കും അതിൻ്റെ ആ പല്ലവി. അപ്പം ഞാൻ നല്ല പാട്ട് ചേട്ടാ, നല്ല രസമുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു കോള് വരുന്നത്. വിദ്യാജിയുടെ സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ ചെന്നൈയിൽ പോകുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ഡുവറ്റാണ്, ഒരു സോങ്, മെയിൽ വോയിസ് ഇപ്പോൾ സാർ മെയിൽ വോയിസ് കേട്ടപ്പോൾ ചേട്ടൻ്റെ പാട്ട്. അയ്യോ, ഈ പാട്ടല്ലേ എന്നോട് ചേട്ടൻ പാടിക്കേൽപ്പിച്ച്, ഇതിപ്പോൾ ഒരു ഡുവറ്റാക്കി. എനിക്ക് ഒരു ഇതായി പറഞ്ഞു. അപ്പം ഞാൻ പഠിച്ച് അപ്പം തന്നെ പാടി. നല്ല രസമായിരുന്നു ആ ടേക്ക്. അത് പിന്നെ എനിക്കിത് ചേട്ടനോട് പറയണ്ടേ, ചിലപ്പോൾ ചേട്ടൻ അറിഞ്ഞു കാണില്ല. അപ്പം ചേട്ടൻ്റെ അടുത്ത് ഇത്രയും സംസാരിച്ചിട്ട് പിന്നെ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ആ പാട്ടിലൊരു 4 പേര് കുട്ടി പാടിയോ, അത് ശരി, ഓക്കെ, അത്രേ പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞ് ഒരു ദിവസം FM വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു, അസലായിണ്ട്, ഇത്രയൊക്കെ ഉള്ളൂ, ഇത്രേ പറയുള്ളൂ ചേട്ടൻ. അത്രയും അതൊക്കെ കേൾക്കാന്ന് പറഞ്ഞത് അതൊരു വേറെ ഒരു ഇതാണ്. അപ്പം ചേട്ടനില്ലാതെ ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ നമുക്കിങ്ങനെ ഓർക്കുമ്പോൾ ഒരു ഭയങ്കര